ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പൗലോസ് മീൻ വെട്ടാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ മാറി നിന്നുകൊണ്ട് വിനോദ് പറയാൻ കേട്ടോ, പൗലോസ് ഏട്ടാ സൂക്ഷിച്ച് വെട്ടണേ, തലയും വാലും ഒക്കെ കുറച്ച് കയറ്റി വെട്ടിക്കുക കേട്ടോ. അതൊക്കെ ഞാനെടുത്ത് മാറ്റി വെക്കാൻ പോവുക. എന്തിനാണെന്നറിയോ, കുറച്ച് അനാഥ പിള്ളേർക്ക് സൂപ്പ് വെച്ച് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പറഞ്ഞ് അങ്ങ് കളിയാക്കണം കേട്ടോ നമ്മുടെ അലീനേനെ. അലീനയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് വയ്യ. അപ്പോൾ അലീനെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ പോലെയല്ല, ഇന്ന് കുറച്ചും കൂടെ കൂടുതലായിട്ട് വെട്ടി മാറ്റാണ്. അലീനയ്ക്ക് ദേഷ്യം സഹിക്കാനായില്ല. അന്നേരം നമ്മുടെ വിനോദ് വന്നിട്ട് പറയല്ലേ, അതെ നല്ല പോലെ സ്കെയിൽ വെച്ച് അളന്നിട്ട് വേണം മുറിക്കാൻ. പിന്നെ ഇങ്ങനെയൊക്കെ തലയും വാലും ഒക്കെ ഇത്രയൊക്കെ അളന്ന് അറുത്ത് കളയണോ? ഇല്ലെങ്കിലേ പൗലോസിൻ്റെ പണി പോവേ. ഓ അത് ശരി, തലയും വാലും കളഞ്ഞത് കൊണ്ട് എൻ്റെ പണി പോകണമെങ്കിലേ ഞാൻ ആലോചിച്ചോളാം കേട്ടോ. കൊള്ളാം. പിന്നെ പൗലോസേട്ടൻ്റെ ധൈര്യം ഞാൻ സമ്മതിച്ച് തന്നിരിക്കണോ? ഓ അപ്പോഴത്തേനും ജോലിക്കാർ വന്ന് നിൽപ്പുണ്ടല്ലോ, അവളോട് പറയാനുണ്ട്, എടി നീയേ ഈ തലയും വാലും ഒക്കെ നീ എടുത്തോണ്ട് പോക്കോ, ബാക്കി കാര്യമൊക്കെ ഞാൻ ആലോചിച്ചോളാം. ഓ അപ്പോൾ അലീനയും നോക്കി അവർ ഒരു ചിരി കേട്ടോ, ഒരുമാതിരി പുച്ഛിച്ച് ചിരിക്കുകയാണ്, കളിയാക്കി. എന്നിട്ട് ഓ വാടി ഇങ്ങോട്ട് വാ എടുത്തോളാൻ. അലീനയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന കാരണേ അവർക്ക് ചെറിയൊരു പേടിയുണ്ട് എടുക്കാൻ. ഉടനെ തന്നെ നമ്മുടെ പൗലോസ് പറയുന്നുണ്ട്, നിനക്ക് പേടിയാണോ, എന്നാൽ പിന്നെ ഞാൻ എടുത്തു തരാം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ തന്നെ ഒരു കവറൊക്കെ എടുത്ത് അതിനകത്ത് വെട്ടിമാറ്റിയ തലയും വാലും ഒക്കെ എടുത്ത് അവരുടെ സഞ്ചിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. നീ ഇത് കൊണ്ടുപോക്കോടി, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റോളാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടാൻ പോകട്ടെ. അവർ സഞ്ചിയും കൊണ്ട് പോകുമ്പോൾ അലീന പറയുന്നുണ്ട്, പൗലോസ് ഏട്ടാ ആ സഞ്ചിയിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങി അവിടെ വെക്ക്. അതെന്തിനാ? ഞാനത് വാങ്ങി വെക്കത്തൊന്നുമില്ല, ഞാൻ അവർക്ക് കൊടുത്തതാ. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തോണം, ഇവിടെ എടുത്ത് വെക്കാൻ. അപ്പോൾ അപ്പച്ചൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, എന്താ മോളെ ഇവിടെ കാര്യം, എന്താ പ്രശ്നം? ഇതൊരു ചെറിയൊരു കാര്യം, അപ്പച്ചൻ ഇതിൽ ഇടപെടാതെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പൗലോസിനോട് പോയി പറയാം, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാതെ താൻ വേറെ എന്തെങ്കിലും ചെയ്താൽ തൻ്റെ പ്രായമൊന്നും ഞാൻ നോക്കത്തില്ല. എന്നതാണ് പൗലോ ഇവിടെ നടക്കുന്നത്? എനിക്ക് ഇവിടെ ശമ്പളം തരുന്നൊരു മുതലാളിയുണ്ട്, ആ മുതലാളിയുടെ അടുത്തേക്ക് തന്നെ നിങ്ങൾ ചെല്ല്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ തിരിച്ച് വന്നേക്കണം പറഞ്ഞിട്ടോ. അയ്യോ എനിക്കൊന്നും വേണ്ടായേ, ഞാൻ പോയേക്കാമേ എന്നും പറഞ്ഞ് കവർ എടുത്ത് വെച്ചിട്ട് അവർ ഒറ്റ പോക്ക് പോകണം കേട്ടോ. അപ്പോൾ ഉടനെ അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, എന്നതാടാ ഇവിടെ പ്രശ്നം? അപ്പോൾ വിനോദ് വലിയ പാവ ചുമഞ്ഞിട്ട് വന്ന് പറയല്ലേ, ഞാനേ മീൻ വാങ്ങാനായിട്ട് മാർക്കറ്റിൽ പോയി എല്ലാം വാങ്ങിച്ചിട്ട് വന്നു. അതുമാത്രമേ എനിക്കറിയാത്തുള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലേ. അലീനയാണെങ്കിൽ ഒരു അല്പം പോലും അനങ്ങുന്നില്ല കേട്ടോ, കയ്യും ബാക്കിൽ കെട്ടി അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. ഈ സമയത്ത് പൗലോസ് നേരെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. എന്താ പൗലോസേ? അല്ല എനിക്ക് ചെറിയൊരു സങ്കടം പറയാനുണ്ടായിരുന്നു. ഓ അത് എന്താ, ഇങ്ങോട്ട് കയറി വാ. കേണൽ മകൾ ഇന്നും കിച്ചണിൽ വന്നു, കയറരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞതാണല്ലോ. ഒരു രക്ഷയില്ല സാറേ, ജോലി ചെയ്യാനുള്ള സമ്മതിക്കുന്നത്. എന്നോട് പറഞ്ഞു ജോലി ചെയ്യണ്ടെന്ന്. ആ വേലക്കാരി വേസ്റ്റ് എടുത്തപ്പോൾ അവരോട് പോയി തട്ടിക്കയറി. ഓ അത് ശരി, കൊണ്ടുപോകണ്ട, അതവിടെ വെച്ചിട്ട് പോകാനൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് പണി ചെയ്യിപ്പിക്കത്തില്ലെന്നാണ് ആ കുട്ടി പറയുന്നത്. ശരി ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ നേരിട്ട് സംസാരിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് പൗലോസ് പോയി സ്റ്റാൻലിയെ വിളിച്ചുകൊണ്ട് വരുമല്ലോ. സ്റ്റാൻലി ആണെങ്കിൽ ദേഷ്യം പിടിച്ച് നേരെ അടുക്കളയ്ക്ക് വരും കേട്ടോ. അപ്പച്ചനും അലീനയും കൂടെ അവിടെ കല്ല് പോലെ നിൽപ്പുണ്ട്, കാരണം ഇപ്പോൾ വരുമെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണല്ലോ. അങ്ങനെ അയാൾ ഇങ്ങോട്ട് ദേഷ്യത്തോടെ വന്നിട്ട് അലീന ഒന്ന് നോക്കുകയാണ്. അലീന നീ എന്തിനാ കിച്ചണിൽ വന്ന് പൗലോസിനോട് വഴക്കുണ്ടാക്കിയത്? ഞാൻ ആരോടും വഴക്കുണ്ടാക്കിയില്ല, പച്ചക്കള്ളം പറയാ, പച്ചക്കള്ളം. അതെ അവളെവിടെ പോയി ആ ജോലിക്കാരി? അവളെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നല്ലോ എന്ന് പൗലോസ് പറയാം കേട്ടോ. പിന്നെ വിനോദം ഉണ്ടായിരുന്നു സാക്ഷി. അപ്പോൾ ഉടനെ അപ്പച്ചൻ പറയാണ്, അവൾ പേടിച്ചിറങ്ങിപ്പോയി, പുറകെ വിനോദും പോയി. എന്താ അപ്പച്ചൻ എവിടെ പ്രശ്നം? അപ്പച്ചൻ പറ. അപ്പച്ചൻ പതിയെ അലീനെ തിരിഞ്ഞു നോക്കാൻ കേട്ടോ. ഇത്രയും കാലം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഉടനെ തന്നെ നമ്മുടെ പൗലോസ് പറയാം കേട്ടോ, അലീന കുഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുവാണ്, ഇവിടെ ജോലി ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട്. അലീന ഞാനാണ് പൗലോസിനെ ഇവിടെ കുക്കായിട്ട് നിയമിച്ചത്, നീ ഇവനെ പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയോ? ഞാൻ പൗലോസേട്ടനോട് എന്താ പറഞ്ഞത് എന്ന് അലീന ചോദിക്കാൻ കേട്ടോ. വീണ്ടും വേലക്കാരിക്ക് മുറിച്ച് വെച്ച ആ ഒരു മീൻ ഈ കവറിനകത്തുണ്ട്, അതവിടെ വെക്കാനാണ് ഞാൻ പറഞ്ഞത്. അതനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ കിച്ചണിലുള്ള ജോലിയൊന്നും പൗലോസേട്ടൻ ചെയ്യേണ്ട, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഉടനെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, അതെ കേണൽ സാറിനെ പറയട്ടെ, ഞാനിവിടെ ജോലി ചെയ്യണോ വേണ്ടേന്ന്. അപ്പോൾ അലീന പറയണ്ട്, കേണൽ സാറിൻ്റെ മകളായി പറയുന്നത്. വേലക്കാരിക്ക് പൊതിഞ്ഞു കൊടുത്തിരുന്ന മീൻ കഷ്ണങ്ങൾ ആ കവറിൽ നിന്നും സ്ലാബിലോട്ട് വെക്ക്, കാണട്ടെ. അത് പറ്റത്തില്ലെങ്കിൽ താൻ ഈ പണി നിർത്തി താൻ വീട്ടിലോട്ട് പോ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉടനെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, അലീന പറഞ്ഞത് കേട്ടില്ലടാ, എടുത്തു വെക്കടാ. അവൾ പറഞ്ഞത് അനുസരിക്കാൻ നിനക്ക് പറ്റുമോ ഇല്ലയോ എന്ന് അപ്പച്ചൻ ചോദിക്കാൻ കേട്ടോ. സ്റ്റാൻലിക്കൊരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ലേ. അവസാനം ഔസേപ്പ് രണ്ട് കൈയും കെട്ടി നിൽക്കുകയല്ലേ, ചമ്മി നാറി ആ കവറിനകത്തുള്ള സാധനം തുറന്ന്. അപ്പോൾ ഉടനെ അലീന പറയാം, അത് തുറക്ക്, എന്നിട്ട് ആ ബേസിനിലോട്ടിട് എന്ന്.
അങ്ങനെ അതെടുത്ത് ഇട്ട് പൗലോസ് അങ്ങോട്ട് കാണിക്കട്ടോ. അത് കണ്ടോ, വേലക്കാരിക്ക് മുറിച്ച് കൊടുത്തതാ. അങ്ങനെ തിരിച്ച് അതിനകത്തേക്ക് എത്തി നോക്കാൻ കേട്ടോ എല്ലാവരും. അന്നേരം പൗലോസാണെങ്കിൽ നാണം കെട്ട് എന്തോ ചമ്മി നാറി അങ്ങ് നിന്നുപോയി. അപ്പച്ചൻ അത് കണ്ടിട്ട് അങ്ങോട്ട് ദേഷ്യം വന്നു കേട്ടോ. അങ്ങേര് ചോദിക്കുന്നുണ്ട്, ഇത് എന്നാ മുറിയാടാ നീ ചെയ്യുന്നത്? ഇങ്ങനെയാണോടാ മുറിക്കുന്നത് മീൻ? ഒരു വലിയ മീനിൻ്റെ പകുതിയോളം മുറിച്ച് വേലക്കാരിക്ക് കൊടുക്കുന്നു. തിന്നുന്ന ചോറിന് നന്ദി കാണിക്കണോടാ. അപ്പോൾ അലീന പറഞ്ഞിട്ടുണ്ട്, വേലക്കാരിക്ക് കൊടുക്കട്ടെ, കുഴപ്പമില്ല, പക്ഷേ ഇമ്മാതിരി കൊടുപ്പ് വേണ്ട, ഇത് കടത്താണ്, കള്ളക്കടത്ത്. ഇങ്ങനെ വേണ്ട. ഇത് മാത്രമല്ല, പല കാര്യവും ഇങ്ങനെയൊക്കെ കടത്തുന്നുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇത് വേണ്ട. എൻ്റെ പപ്പയ്ക്ക് ചോറും കറിയും ഒക്കെ വെച്ച് കൊടുക്കാൻ പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പപ്പയ്ക്ക് മാത്രമല്ല, കൂടെ 25 പേരുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് മതി അവർക്ക് ആഹാരമൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ എൻ്റെ അപ്പച്ചൻ പറയാം, അല്ല പിന്നെ. എന്നിട്ട് നമ്മുടെ അലീനയാണെങ്കിൽ പപ്പയുടെ അടുത്തേക്ക് വന്ന് നിന്നിട്ട് സോറി പറഞ്ഞിട്ട്, സോറി പപ്പ, ഇവിടെ ഉള്ളവർ പപ്പയെ പറ്റിച്ചോട്ട് പോകുന്നത് കൈയും കെട്ടി ഞാൻ നോക്കി നിൽക്കത്തില്ല, എതിർക്കും. പപ്പ എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചാലും വേണ്ടില്ല എന്ന് ഇത്രയും പറഞ്ഞ് അലീന തിരിഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഔസേപ്പിന് ഒറ്റ അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. ലാലിച്ച, നീ ഇത് കാണുന്നുണ്ടോടാ? ഇവനെ എന്നും ഊണിലും ഉറക്കത്തിലും ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ ലാലിച്ചൻ പറയാണ്, മതി, പൗലോസിൻ്റെ ജോലി ചെയ്. അങ്ങനെ പെട്ടെന്ന് തന്നെ സ്റ്റാൻലി അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. അപ്പച്ചനാണ് ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം നിനക്ക് ശരിക്കും മനസ്സിലായോടാ അലീന ആരാണെന്ന്? എൻ്റെ മകൻ്റെ മകളാ അവൾ, മനസ്സിലായോ നിനക്ക്? മറന്നു പോകാതെ കുറിച്ച് വച്ചോ നീ. ഇത്രയും പറഞ്ഞ് അങ്ങേരും ഇറങ്ങി പോവാട്ടോ. പൗലോസിനാണെങ്കിൽ ഒരക്ഷരം മിണ്ടാനും പറ്റുന്നില്ല. കൂട്ടുനിന്ന സ്ത്രീയും പോയി. ആ ഒരു വിനോദം തന്നെ പറ്റിച്ചങ്ങോട്ട് ഓടിക്കളഞ്ഞു കേട്ടോ. അകത്താണെങ്കിൽ അലീന വല്ലാതെ വിഷമിച്ച് ഇരിക്കുകയാണ്. ആ സമയത്ത് പപ്പ അങ്ങോട്ട് വരുന്നുണ്ട്. വന്നിട്ടാണെങ്കിൽ അലീനോട് ദേഷ്യത്തി പറഞ്ഞിട്ടുണ്ട്, അലീന, പൗലോസിനോട് വഴക്കിന് പോരുന്നത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? അപ്പം അലീന പറയാണ്ട്, ഞാൻ വഴക്കിന് പോയില്ല, നിന്നോട് കിച്ചണിൽ കയറാമെന്ന് ഞാൻ പറഞ്ഞെന്നില്ലേ? പൗലോസിൻ്റെ കാര്യം നോക്കിക്കൊള്ളാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? പപ്പ അത് വേണ്ട പോലെ നോക്കിയില്ല. ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ അർത്ഥം നീ ഇടപെടേണ്ടെന്നല്ലേ? ആരും എന്നെ ധിക്കരിക്കുന്നത് എനിക്കിഷ്ടമല്ല, അതെൻ്റെ സ്വന്തം അപ്പനാണെങ്കിൽ പോലും. അപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പപ്പ അത് പറ. തെറ്റ് ചെയ്തോ എന്നതല്ല പ്രശ്നം, നീ അനുസരണക്കേട് കാണിച്ചു. ആവശ്യമില്ലാത്ത കാര്യത്തിൽ സ്ത്രീകൾ ഇടപെടുന്നത് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമല്ല. ആവശ്യമില്ലാത്ത കാര്യത്തിലല്ല പപ്പ ഞാൻ ഇടപെട്ടത്. ഈ കിച്ചണിലെ ജോലിക്കാരെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് പപ്പയെ ചൂഷണം ചെയ്യാണ്. അത് ഞാൻ ചോദ്യം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അവരെല്ലാവരും വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. അവരെല്ലാവരും കൃത്യമായിട്ട് അവർ ജോലി ചെയ്യുന്നു. ഇല്ല പപ്പയുടെ തെറ്റിദ്ധാരണയാണ് ഇതെല്ലാം. അവർ കൃത്യമായിട്ട് ചെയ്യുന്നില്ല. കേടായ പച്ചക്കറി എടുത്ത് കളഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മീനിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് കൂടുതൽ മുറിച്ച് കളഞ്ഞതുകൊണ്ടോ സ്റ്റാൻലി ജോസഫിൻ്റെ ജീവിതത്തിൽ മറ്റൊന്നും സംഭവിക്കില്ല. അത് നീ മനസ്സിലാക്കിക്കൊള്ളണം. അതിനേക്കാളൊക്കെ വലുതായിട്ടുള്ള പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അലീനയുടെ അടുത്തേക്ക് അയാൾ വന്നിട്ടുണ്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ഒരു കാര്യം നോക്കിക്കോ, ഇവിടുത്തെ കാര്യങ്ങൾക്ക് ചില റൊട്ടീനുണ്ട്. ചിലപ്പോൾ ചില നഷ്ടങ്ങളൊക്കെ സംഭവിച്ചെന്ന് വരാം. പക്ഷേ അതിലൊന്നും നീ ഇടപെട്ടിട്ട് എനിക്ക് കുറച്ച് കൂടുതൽ അത്രയ്ക്ക് ലാഭമൊന്നും നീ ഉണ്ടാക്കി തരേണ്ട കാര്യമില്ല. പിന്നെ അപ്പോഴത്തേനും നമ്മൾ അലീന പറയാം, പപ്പയ്ക്ക് ഇതൊക്കെ അത്രയ്ക്ക് നഷ്ടമായിട്ടൊന്നും തോന്നില്ലായിരിക്കും, ഇത്രയും സ്വത്തുള്ളതുകൊണ്ടായിരിക്കാം. അലീന, അവരെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യട്ടെ. പിന്നെ അവരെ എന്തെങ്കിലുമൊക്കെ നല്ലപോലെ ഭക്ഷണം വെച്ചില്ലെങ്കിൽ നമുക്ക് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണത്തിനൊന്നും ടേസ്റ്റ് കുറഞ്ഞു പോവും. പിന്നെ ഞാൻ ഒരു സ്പൂൺ ഉപ്പ് കൂടുതലിട്ടാൽ തീർന്നില്ലേ? എരിവ്, പുളി, മധുരം ഇതൊക്കെ പാകത്തിനിടണ്ടേ? എന്നാലല്ലേ നമുക്ക് കഴിക്കാൻ പറ്റും. എൻ്റെ പപ്പ അവർക്ക് ശമ്പളം കൊടുക്കുന്ന എന്തിനാ? ഇതൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ടല്ലേ? അവരത് ചെയ്യാണ്. പക്ഷേ നീ അതിലൊന്നും ഇടപെടരുത്, എനിക്കത് ഇഷ്ടമല്ല. നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഇവിടുത്തെ അടുക്കളക്കാര്യം നോക്കാനല്ല, കേട്ടല്ലോ? നിനക്ക് സുഖമായി താമസിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാനിവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. നിനക്കിനി എന്തെല്ലാം വേണം എന്നോട് പറ, ഞാൻ വാങ്ങിത്തരാം. അപ്പോൾ അലീനയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു കേട്ടോ. എങ്ങനെയൊക്കെ നോക്കിയിട്ടും പപ്പയെ കൊണ്ടുവരാൻ കഴിയണില്ല. അവസാനം അലീനയോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, പപ്പ നിനക്ക് എവിടെയൊക്കെ പോകണം? ലോകം മുഴുവനും സഞ്ചരിക്കണോ? ഞാൻ കൊണ്ടുപോകാം. നിനക്ക് പാസ്പോർട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഉടനെ പാസ്പോർട്ട് എടുക്കണം. നിനക്ക് ഡ്രൈവിംഗ് അറിയോ? എത്രയും വേഗം ഡ്രൈവിംഗ് പഠിപ്പിക്കാം. എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ മതി, എല്ലാം ഞാൻ നിനക്ക് ശരിയാക്കി തരാം. അഞ്ചാർട്ടിക്ക് പോകണോ നിനക്ക്? അപ്പോൾ ഉടനെ അലീന പറയാട്ടോ, അതൊക്കെ പിന്നെ മതി. ആദ്യം എനിക്ക് ഇവിടുത്തെ അടുക്കള വരെ പോകാനുള്ള സ്വാതന്ത്ര്യം പപ്പ എനിക്ക് താ. അത് കഴിഞ്ഞ് മതി ബാക്കിയെല്ലാം. വേറെ ഒന്നും തന്നില്ലേലും എനിക്ക് ഒരു കുഴപ്പമില്ല പപ്പ. അങ്ങനെ പപ്പ വീണ്ടും പറയുന്നുണ്ട്, നീ വെറുതെ ഇങ്ങനെ സില്ലി ആവരുത്. നിനക്കൊരു രാജകുമാരിയെ പോലെ ജീവിക്കാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ തരുന്നുണ്ട്. നീ അങ്ങനെ വേണം ജീവിക്കാൻ. അതല്ലാതെ കിച്ചണിൽ കയറി അടുക്കളക്കാരോട് പിച്ച കണക്ക് പറഞ്ഞ് അവരോട് തർക്കിച്ചും വഴക്ക് പറഞ്ഞും നീ നിന്റെ വില കളയരുത്. അപ്പോൾ അലീന പറയാനുണ്ട്,
ഇവിടെ എൻ്റെ വില എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തായാലും പൗലോസ് ഏട്ടൻ്റെ കീഴിലാണ് പപ്പ എന്നെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതല്ല വാസ്തവം മോളെ. ഞാൻ ക്ലബിലോ ടൗൺ ഹാളിലോ ഒരു ഗെറ്റ് ടുഗദർ നടത്തിയിട്ട് അവിടെ വെച്ച് നീ ആരാന്ന് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിനി ഇരിക്കുകയാണ്. അലീന എന്ന് പറയുന്ന ഈ പെൺകുട്ടി ആരാന്ന് അറിയോ? അതും കൂടെ കേൾക്കുമ്പോൾ അലീനയുടെ മനസ്സങ്ങ് തകർന്നു പോകട്ടോ. പിന്നെ ഞാൻ നിനക്ക് അതാണ് കൽപ്പിച്ചിരിക്കുന്ന വില, അത് നിനക്കറിയോ? അപ്പോൾ അലീനയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോവാണ് കേട്ടോ. പക്ഷേ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, അതനുസരിക്കണം. ഇവരുടെ ജോലിക്കാരെല്ലാവരും അനുസരണമുള്ളവരാണ്. കിച്ചണിൽ പോയി നീ വഴക്കുണ്ടാക്കരുത്, അത് ഞാൻ നിനക്ക് വാണിംഗ് തന്നതാണ്. പക്ഷേ നീ അനുസരിച്ചില്ല. എൻ്റെ ജോലിക്കാരി എന്താ വിചാരിക്കുക? ഈ സ്റ്റാൻലി പറഞ്ഞാൽ സ്വന്തം മകൾ പോലും ധിക്കരിക്കണം അല്ലേ? അങ്ങനെ പറയണം അല്ലേ? നീ എന്നെ അനുസരിക്കാതെ വീണ്ടും അവിടെ പോയി വഴക്കുണ്ടാക്കിയ പോലെ അവിടെ മുന്നിൽ ഞാനല്ലേ ചെറുതായത് അല്ലേ എന്നിങ്ങനെ ചോദിക്കട്ടോ. അപ്പോൾ ഉടനെ അലീന സോറി പപ്പ എന്ന് പറയാട്ടോ. ആ പോട്ടെ, സാരമില്ല, കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി ഇതൊന്നും ആവർത്തിക്കരുത്. അപ്പം അലീന പറഞ്ഞിട്ട്, പക്ഷേ പപ്പ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. ഇങ്ങനെ പപ്പയുടെ സ്വത്ത് നശിപ്പിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുന്നത്, അതിലൊന്നും യാതൊരു ശ്രദ്ധയില്ലാതെ അലസനായിട്ടിരിക്കുന്നത് എന്തിനാ? അങ്ങനെയൊക്കെ നോക്കി പിശിക്ക് ജീവിച്ചിട്ട് എന്താടി കാര്യം? മരിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ലല്ലോ, എല്ലാം ഇവിടെ ഇട്ടിട്ട് തന്നെ പോകണ്ടേ? പപ്പ ഇപ്പം പറഞ്ഞതാണ് ശരി. മരിക്കുമ്പോൾ നമ്മൾ ആരും ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല, എല്ലാം വെച്ചൊഴിഞ്ഞു പോകണം. പക്ഷേ പപ്പ ഒന്നും ഓർക്കണം, ഇതൊന്നും നമ്മുടേതല്ലായിരുന്നു. ഇതൊക്കെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പും ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് വർഷം മുമ്പേ ഇതെല്ലാം ഉണ്ടായിരുന്നു. മനുഷ്യനുണ്ടാകുന്നതിന് മുന്നേ ഇതെല്ലാം ഉണ്ടായിരുന്നില്ലേ പപ്പ? പല തലമുറകൾ കൈമാറിയില്ലേ ഇവിടെ എത്തിയത്? നമ്മുടെ കാലം കഴിഞ്ഞാലും ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. മണ്ണും വെള്ളവും മഴയും ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മേഘങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഒരു കാര്യമുണ്ട് പപ്പ, നമ്മൾ വെറുതെ സൂക്ഷിപ്പുകാരി മാത്രമാണ്. നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഈ സ്വത്ത് നമ്മൾ നല്ലപോലെ സൂക്ഷിക്കണം. ധാരാളിച്ച് കളയാതെ, നശിപ്പിക്കാതെ, ചോർത്തി കളയാതെ നമ്മളത് സംരക്ഷിക്കണ്ടേ? എനിക്ക് ശേഷം ഇനി എന്തും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് ഭയങ്കര തെറ്റല്ലേ? നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുമ്പോൾ നല്ലൊരു മാതൃകയല്ലേ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടത്? നീ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ നീ എന്താ പറയുന്നത്? ഞാൻ വലിയ മഹാ അപരാധം ചെയ്തത് പോലെയാണ് നീ സംസാരിക്കുന്നത്. നമ്മുടെ കയ്യിരിക്കുന്ന സ്വത്തുക്കളെ നശിപ്പിക്കുന്നത് അതൊരു വലിയ അപരാധം തന്നെയാണ് പപ്പ. ഇനിയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ നോക്കേണ്ട ഒരു ഭൂമിയല്ലിത്. ഓരോരുത്തരും തോന്നിയ പോലെ ദൂർത്തടിച്ചും നശിപ്പിച്ചൊക്കെ കളഞ്ഞാലേ ഇനി വരുന്ന തലമുറയ്ക്ക് നല്ല ജീവിതവും നല്ല വായുവും നല്ല ഭക്ഷണവും ഒക്കെ കിട്ടാതെ കഷ്ടപ്പെടേണ്ടി വരില്ലേ? അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു ഇല പോലും വെറുതെ കളയാൻ തോന്നുമോ? ഒരു അരിമണി തൂവി കളയാൻ കാണുമോ? എടി, ലോകം എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോയിക്കോളും. പക്ഷേ നീ അതൊന്നും ആലോചിക്കണ്ട പപ്പ. ഒരു കാര്യം ശരിയല്ല എന്ന് തോന്നിയാൽ അത് കറക്റ്റ് ചെയ്യണ്ടേ? ഇവിടെ ഒരു ശരി കേടുമില്ല, എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പപ്പ ഒരു കാര്യം ചെയ്യുമോ? ഇവിടെ കുറച്ച് ദിവസത്തേക്ക് ഈ വീട് എന്നെ ഏൽപ്പിക്കാവോ? ഞാനിവിടെ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാക്കി ഡിസിപ്ലിൻ ഉണ്ടാക്കി വയ്ക്കാം. പപ്പയുടെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. പിന്നീട് ഒരു മാസം കഴിയുമ്പോൾ പപ്പയുടെ ജോലിക്കാരും എന്നിട്ട് ഞാൻ നടത്തിയപ്പോൾ ചിലവും പപ്പയുടെ ജോലിക്കാർ ഇവിടെ നടത്തിയപ്പോൾ ചിലവും തമ്മിൽ തട്ടിക്കഴിച്ച് നോക്കാം. അതുപോരെ? പിന്നെ അതിൻ്റെ ഡിഫറൻസ് എത്ര രൂപയാണോ അതെനിക്കിതാ. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്കും കുറച്ച് പണം സമ്പാദിക്കാമല്ലോ എന്ന് അലീന പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻലി അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട്, നിനക്ക് എത്ര രൂപയാണ് വേണ്ടത്? എന്നോട് ചോദിക്കുക, ഞാൻ തരാം. 1 ലക്ഷം വേണോ? 2 ലക്ഷം വേണോ? അതോ നിനക്ക് 5 ലക്ഷം വേണോ? നീ എത്ര ചോദിച്ചാലും ഞാൻ തരും. എനിക്ക് പപ്പയുടെ 1 രൂപ പോലും വേണ്ട. നോക്കലീന, ഞാനൊരു കാര്യം പറയാം. എന്നോട് തർക്കിക്കാൻ വരുന്നവരെ എനിക്ക് ഇഷ്ടമല്ല, എന്നെ ഉപദേശിക്കാൻ വരുന്നവരെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അനുസരണ, അതാണ് ഒരു പെൺകുട്ടിക്ക് അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട കാര്യം. അപ്പം ഉടനെ തന്നെ അലീന പറയാനുണ്ട്, അങ്ങനെയാണെങ്കിലേ എന്നെ ഇവിടെ ഏതെങ്കിലും ഒരു പട്ടിക്കൂട്ടിനകത്തിട്ട് അടച്ചേക്ക്, ഞാൻ അവിടെ കിടന്നുള്ള, ഞാൻ പുറത്തിറങ്ങുന്നേ ഇല്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ അലീന. ഇപ്പം എന്താണ് ഇവിടെ കുഴപ്പമേ ഉള്ളൂ. ഞാൻ നേരിട്ട് കണ്ടതല്ലേ കിച്ചണിലെ തോന്നിയ ദിവസം. അടുക്കളയിൽ ഇതാണെങ്കിൽ തോട്ടത്തിൽ എന്തായിരിക്കും അവസ്ഥ? ശരിക്കും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ ഞാൻ വേണ്ട പോലെ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചൊക്കെ നമ്മളവരെ വിശ്വസിക്കണം, എങ്കിലേ അവർ നന്നായിട്ട് ജോലി ചെയ്യും. നന്നായിട്ട് ജോലി ചെയ്യുന്നില്ല പപ്പ. കുറച്ച് മുമ്പേ പപ്പ എന്താ പറഞ്ഞത്? അവരെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ അവർ കറിയിൽ ഉപ്പ് കൂട്ടിയിടുന്നു പറഞ്ഞില്ലേ? കാപ്പിയിൽ പഞ്ചസാര കോരിയിടുന്നു, എരിവും പുളിയും വേണ്ട പോലെ ചേർക്കത്തില്ലെന്ന്, നന്നായിട്ട് ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കറിയിൽ ഉപ്പ് വാരിയിടുന്നവന് നന്ദിയും ആത്മാർത്ഥതയും ഉണ്ട് പപ്പ. പകരം വീട്ടാൻ വേണ്ടിയിട്ട് കാപ്പിയിൽ തുപ്പുന്നവന് ജോലിക്ക് വയ്ക്കാൻ കൊള്ളാമോ? അലീന, നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. കുറേ വർഷങ്ങളായിട്ടുള്ള ശീലമാണ് ഇവിടെ ഉള്ളത്. ഞാനും പിശിക്ക് അങ്ങനെ ജീവിച്ചിട്ടില്ല. ധാരാളം വിഭവങ്ങൾ നിറഞ്ഞ ഒരു ഊണ് മേശയിലാണ് ഞാൻ ആഹാരം കഴിച്ച് ശീലിച്ചത്. അതിൽ എത്ര ഭാഗം ഉപയോഗിക്കുന്നു, എത്ര ഭാഗം വേസ്റ്റായി പോകുന്നു എന്നൊന്നും ഞാൻ തല പോയിക്കാറില്ല.
അപ്പോൾ ഉടനെ അലീനയ്ക്ക് സങ്കടം വരും കേട്ടോ. അലീന പറയാണ്, പപ്പ ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയണം, തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം. പപ്പ ഇവിടെ ഇങ്ങനെ വില കൂടിയ ഊണ് മേശയിൽ വില കൂടിയ ഭക്ഷണം വെറുതെ എച്ചിലാക്കി കളയുമ്പോൾ കഴക്കൂട്ടത്ത് ഓർഫണേജിൽ ഒരു പെൺകുട്ടി എച്ചിലെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്നും പറഞ്ഞുകൊണ്ട് കൊതിച്ച് വിഷമിച്ചിരിപ്പുണ്ടായിരുന്നു. പപ്പയ്ക്കറിയോ അത്? പപ്പയ്ക്കറിയോ? അതാരെന്നറിയോ? സ്റ്റാൻലി പപ്പയുടെ മകൾ അലീന. അങ്ങനെയാണ് അവൾ അവിടെ ജീവിച്ചിരുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കിനെ നമ്മുടെ സ്റ്റാൻലിയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോയി കേട്ടോ. എപ്പോഴും അലീനയുടെ അനാഥാലയത്തിൽ ഒറ്റപ്പെട്ടു പോയ കാര്യം പറയുമ്പോൾ പാവല്ല, നമ്മൾ സ്റ്റാൻലിക്ക് എപ്പോഴും വിഷമമാണല്ലോ. അതുപോലെ തന്നെ ആ ഒരു കാര്യം തന്നെ വീണ്ടും അലീന എടുത്തങ്ങോട്ട് ഇടുവാണ്. എന്നിട്ട് അലീന പറയാണ്, എന്നെപ്പോലെ എത്രയോ കുട്ടികളുണ്ട് ഓരോരോ ഓർഫണേജിൽ, ഓരോരോ അലീനമാർ. എന്നെപ്പോലെ ആഹാരം കിട്ടാതെ സമയത്തിന് മാറി ഉടുക്കാൻ ഡ്രസ്സില്ലാതെ. ഇത്രയും പറയുമ്പോൾ അയാളുടെ കണ്ണ് നിറഞ്ഞുപോയി. അങ്ങേരെ കണ്ണാടി ഊരി മാറ്റിയിട്ട് കണ്ണ് നിറഞ്ഞ കണ്ണുകളിങ്ങനെ ഒഴുകി അലീനയെ നോക്കുകയാണ് കേട്ടോ. അലീനയ്ക്കും പപ്പായെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ പിന്നെ അവിടെ നിൽക്കുന്നില്ല. സ്ഥിരമുള്ള പരിപാടിയാണല്ലോ അനാഥാലയത്തിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വരും ഉള്ളിൽ. ഉടനെ പിന്നെ അലീനയുടെ അടുത്ത് പോലും നിൽക്കത്തില്ല. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാട്ടോ. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്